ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആര്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. പഴയ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് ഇത് നിർമ്മിച്ചത്. 1656-ൽ പൂർത്തിയായ ഈ മസ്ജിദ് മുഗൾ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. മെഹ്റാൻഗഡ് കോട്ട നിർമ്മിച്ചത് ആര്? റാവു ജോധ. രാജസ്ഥാനിലെ ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന മെഹ്റാൻഗഡ് കോട്ട റാവു ജോധ 1459-ൽ നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണിത്. കോട്ടയുടെ മതിലുകൾക്ക് 120 അടി ഉയരവും 68 അടി വീതിയുമുണ്ട്. താജ്മഹൽ നിർമ്മിച്ചത് ആര്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. മുഗൾ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആര്? കുത്തബ്ദീൻ ഐബക്ക്. ഡൽഹിയിലെ കുത്തബ് മിനാർ സമുച്ചയം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഡൽഹി സുൽത്താനത്തിലെ അടിമ രാജവംശ സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്കാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ഇൽത്തുമിഷും ഫിറോസ് ഷാ തുഗ്ലക്കും ഇത് പൂർത്തിയാക്കി. ഹൈദരാബാദിലെ മക്ക മസ്ജിദ് നിർമ്മിച്ചത് ആര്? മുഹമ്മദ് കുലി കുതുബ് ഷാ. ഹൈദരാബാദിലെ പഴയ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മക്ക മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ മസ്ജിദുകളിലൊന്നാണ്. കുതുബ് ഷാഹി രാജവംശത്തിലെ മുഹമ്മദ് കുലി കുതുബ് ഷായാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മക്കയിലെ പുണ്യഭൂമിയിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഹവാ മഹൽ നിർമ്മിച്ചത് ആര്? മഹാരാജ സവായ് പ്രതാപ് സിംഗ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹവാ മഹൽ അതിന്റെ അസാധാരണമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. 1799-ൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. സ്ത്രീകളെ പുറത്തുനിന്ന് കാണാതെ ഉത്സവങ്ങളും പരിപാടികളും കാണാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗ്ര കോട്ടയ്ക്കുള്ളിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആര്? മുഗൾ ചക്രവർത്തി ഷാജഹാൻ. മോത്തി മസ്ജിദ് മുത്ത് പള്ളി ആഗ്ര കോട്ടയ്ക്കുള്ളിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ചതാണ്. 1648 മുതൽ 1654 വരെ കാലഘട്ടത്തിൽ പണിത ഇത് ഷാജഹാന്റെ വാസ്തുവിദ്യാ ശൈലിയുടെ മികച്ച ഉദാഹരണമാണ്. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഈ പള്ളി സമാധാനത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിക്കാൻ ഉത്തരവിട്ടത് ആര്? ബേഗ ബീഗം രാജ്ഞി ഹാജി ബീഗം. ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിക്കാൻ ഉത്തരവിട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ബേഗ ബീഗം ഹാജി ബീഗം ആയിരുന്നു. 1569-ൽ ഡൽഹിയിൽ ആരംഭിച്ച ഈ നിർമ്മാണം പേർഷ്യൻ വാസ്തുവിദ്യയുടെയും മുഗൾ വാസ്തുവിദ്യയുടെയും ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ്. താജ്മഹലിന്റെ നിർമ്മാണത്തിന് പ്രചോദനമായ ഒരു പ്രധാന കെട്ടിടമായും ഇത് അറിയപ്പെടുന്നു. ചാർമിനാർ നിർമ്മിച്ചത് ആര്? കുലി കുത്ബ് ഷാ. ചാർമിനാർ 1591-ൽ കുത്ബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് കുലി കുത്ബ് ഷായാണ് നിർമ്മിച്ചത്. ഹൈദരാബാദ് നഗരത്തിൽ പ്ലേഗ് രോഗം നിർമ്മാർജ്ജനം ചെയ്തതിന്റെ സ്മരണയ്ക്കായാണ് ഈ സ്മാരകം പണിതത്. ഇതിന്റെ 4 മിനാരങ്ങളാണ് ചാർമിനാർ എന്ന പേരിന് കാരണം. എലിഫന്റ് ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ തുറമുഖം, മഹാരാഷ്ട്ര. എലിഫന്റ് ഗുഹകൾ മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിന് സമീപമുള്ള എലിഫന്റ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുള്ള ഈ ഗുഹകൾ ഹിന്ദു, ബുദ്ധ ശില്പങ്ങൾക്കും ഗുഹാക്ഷേത്രങ്ങൾക്കും പേരുകേട്ടതാണ്. പ്രത്യേകിച്ച് ശിവന്റെ വിവിധ രൂപങ്ങൾ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ ഇവിടെ കാണാം. ഇന്തോ പാർത്യൻ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് ഏകദേശമെന്ന്? CE 10. ഇന്തോ പാർത്യൻ രാജ്യം ഗോണ്ടോഫാരിദ് രാജവംശം എന്നും അറിയപ്പെടുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്നു. CE 10 ഓടെയാണ് ഈ രാജ്യം സ്ഥാപിതമായത്. ബഡ ഇമാംബറ നിർമ്മിച്ചത് ആര്? ആസാഫ് ഉദ് ദൗല, അവധിലെ നവാബ്. ബഡ ഇമാംബറ 1784-ൽ അവധിലെ നവാബ് ആയിരുന്ന ആസാഫ് ഉദ് ദൗലയാണ് നിർമ്മിച്ചത്. ലക്നൌവിലുള്ള ഈ കെട്ടിടം അക്കാലത്തെ ക്ഷാമത്തിൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പണിതത്.
ഇതിന്റെ വാസ്തുവിദ്യ പേർഷ്യൻ മുഗൾ സ്വാധീനം വ്യക്തമാക്കുന്നു. ദിൽവാര ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ആര്? വസ്തുപാൽ, തേജപാൽ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ദിൽവാര ക്ഷേത്രങ്ങൾ 11 13 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ച 5 ജൈന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ചാലൂക്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ധനികരായ വ്യാപാരികളായ വസ്തുപാൽ, തേജപാൽ എന്നിവരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. സൂക്ഷ്മമായ മാർബിൾ കൊത്തുപണികൾക്ക് ഈ ക്ഷേത്രങ്ങൾ പ്രശസ്തമാണ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആര്? ജോർജ് വിറ്ററ്റ്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ്. ഇത് 1911-ൽ ഇന്ത്യ സന്ദർശിച്ച ജോർജ് അഞ്ചാമൻ രാജാവിനെയും മേരി രാജ്ഞിയെയും സ്വീകരിക്കാനായി നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വാസ്തുവിദ്യക്കാരനായ ജോർജ് വിറ്ററ്റ് ആണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ആര്? എഡ്വിൻ ല്യൂട്ടൻസ്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ്. പ്രശസ്ത ബ്രിട്ടീഷ് വാസ്തുവിദ്യക്കാരനായ എഡ്വിൻ ല്യൂട്ടൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അമർ ജവാൻ ജ്യോതി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിർ നിർമ്മിച്ചത് ആര്? മഹാരാജ ജയ് സിംഗ് II. ഡൽഹിയിലെ ജന്തർ മന്ദിർ 1724-ൽ ജയ്പൂരിലെ മഹാരാജ ജയ് സിംഗ് രണ്ടാമനാണ് നിർമ്മിച്ചത്. ഇത് ആകാശ നിരീക്ഷണത്തിനും ജ്യോതിശാസ്ത്ര പഠനത്തിനുമുള്ള ഒരു വാസ്തുവിദ്യാ ഉപകരണമാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്ന വലിയ യന്ത്രങ്ങളാണ് ഇവിടെയുള്ളത്. പുരാന കില, പഴയ കോട്ട പ്രധാനമായും നിർമ്മിച്ചത് ആര്? ഷേർ ഷാ സൂരി. ഡൽഹിയിലെ പുരാന കില അല്ലെങ്കിൽ പഴയ കോട്ട പ്രധാനമായും ഷേർ ഷാ സൂരിയാണ് നിർമ്മിച്ചത്. ഹുമയൂൺ ആരംഭിച്ച ഈ കോട്ട പിന്നീട് ഷേർ ഷാ സൂരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ശേഷം പൂർത്തിയാക്കി. പഴയ ഡൽഹിയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പ്രധാന സ്മാരകമാണിത്. സുവർണക്ഷേത്രം ഹർമന്ദിർ സാഹിബ് സ്ഥാപിച്ചത് ആര്? ഗുരു രാംദാസ്. സുവർണക്ഷേത്രം അഥവാ ഹർമന്ദിർ സാഹിബ് സിഖ് മതത്തിലെ 4ാമത്തെ ഗുരുവായ ഗുരു രാംദാസ് ആണ് സ്ഥാപിച്ചത്. ഇത് സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഉൽക്ക ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിയെരിയുമ്പോൾ സാധാരണയായി അതിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഒരു കൊഴിഞ്ഞ നക്ഷത്രം, ഷൂട്ടിംഗ് സ്റ്റാർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉൽക്കകൾ വായുവുമായി ഘർഷണത്തിൽ ഏർപ്പെട്ട് ചൂടാകുകയും പ്രകാശിക്കുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെയാണ് കൊഴിഞ്ഞ നക്ഷത്രം, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് സാധാരണയായി പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രമല്ല. ഏത് ആകാശഗോളങ്ങളെയാണ് പലപ്പോഴും വൃത്തികെട്ട മഞ്ഞുകട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? അവ സൂര്യനോടടുക്കുമ്പോൾ ഒരു വാൽ രൂപപ്പെടുകയും ചെയ്യുന്നു. വാൽനക്ഷത്രങ്ങൾ. വാൽനക്ഷത്രങ്ങൾ മഞ്ഞും പൊടിയും പാറകളും ചേർന്ന ആകാശഗോളങ്ങളാണ്. അതിനാൽ അവയെ വൃത്തികെട്ട മഞ്ഞുകട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. സൂര്യനോടടുക്കുമ്പോൾ ചൂടാകുകയും അതിലെ മഞ്ഞ് ബാഷ്പീകരിക്കപ്പെടുകയും വാൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാന വാതകം ഏതാണ്? നൈട്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 78% നൈട്രജൻ വാതകമാണ് അടങ്ങിയിരിക്കുന്നത്. ജീവൻ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വാതകമാണിത്. എന്നിരുന്നാലും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും നേരിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിക്ക് പേര് നൽകുക. ഇന്നർ കോർ, അകക്കാമ്പ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഇന്നർ കോർ അഥവാ അകക്കാമ്പ്. ഇത് പ്രധാനമായും ഇരുമ്പും നിക്കലും അടങ്ങിയ കരരൂപത്തിലുള്ള ഒരു ഗോളമാണ്. ഉയർന്ന മർദ്ദവും താപനിലയും ഇവിടെ അനുഭവപ്പെടുന്നു. സങ്കീർണമായ ജീവൻ സമൃദ്ധമായതിനു ശേഷമുള്ള കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പുതിയ ഭൗമശാസ്ത്രപരമായ കാലയളവ് ഏതാണ്? ഫാനറോസോയിക് ഇയോൺ. ഫാനറോസോയിക് ഇയോൺ കഴിഞ്ഞ 541 ദശലക്ഷം വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് സങ്കീർണമായ ജീവരൂപങ്ങൾ ഭൂമിയിൽ വ്യാപകമായി രൂപപ്പെട്ടത്. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പരിണാമം ഈ ഇയോണിൽ വളരെ പ്രകടമായിരുന്നു. ഭൂമിയുടെ ഭ്രമണം കാരണം ചലിക്കുന്ന വസ്തുക്കളെ കാറ്റും സമുദ്രജലപ്രവാഹങ്ങളും പോലുള്ളവ വ്യതിചലിപ്പിക്കുന്ന പ്രതിഭാസം ഏതാണ്? കോറിയോലിസ് പ്രഭാവം.
കോറിയോലിസ് പ്രഭാവം ഭൂമിയുടെ ഭ്രമണം കാരണം ചലിക്കുന്ന വസ്തുക്കളുടെ കാറ്റും സമുദ്രജലപ്രവാഹങ്ങളും ഉൾപ്പെടെ പാതയെ വടക്കൻ അർദ്ധഗോളത്തിൽ വലത്തോട്ടും തെക്കൻ അർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആഗോള കാലാവസ്ഥാ പാറ്റേണുകൾക്ക് ഇത് ഒരു പ്രധാന കാരണമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ പ്രധാന ധർമ്മം എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് യുവി വികിരണങ്ങളെ ആഗിരണം ചെയ്യുക. ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് യുവി വികിരണങ്ങളെ ആഗിരണം ചെയ്തുകൊണ്ട് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. ഈ വികിരണങ്ങൾ മനുഷ്യരിൽ ചർമ്മ അർബുദം, തിമിരം എന്നിവയ്ക്ക് കാരണമാവുകയും സസ്യങ്ങളെയും സമുദ്രജീവികളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് മിക്ക കാലാവസ്ഥാ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത്? ട്രോപോസ്ഫിയർ. ട്രോപോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്. ഇവിടെയാണ് മിക്കവാറും എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും, കാറ്റ്, മേഘങ്ങൾ, മഴ മുതലായവ സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 8 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വ്യാപിച്ചുകിടക്കുന്നത്. ട്രോപോസ്ഫിയറിനുള്ളിൽ ഉയരം കൂടുമ്പോൾ താപനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? താപനില സാധാരണയായി കുറയുന്നു. ട്രോപോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില സാധാരണയായി കുറയുന്നു. ഇതിന് കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള താപവികിരണമാണ്. ഉയരം കൂടുമ്പോൾ ഈ താപത്തിന്റെ പ്രഭാവം കുറയുന്നു. ഓസോൺ പാളി അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്, ഏകദേശം 15 മുതൽ 35 വരെ കിലോമീറ്റർ ഉയരത്തിൽ. ഈ പാളിയുടെ സംരക്ഷണം കാലാവസ്ഥാ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ മിക്ക ഉൽക്കകളും കത്തിയെരിയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മെസോസ്ഫിയർ. മെസോസ്ഫിയർ അന്തരീക്ഷത്തിലെ മൂന്നാമത്തെ പാളിയാണ്. ഇത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ ഇവിടെയുള്ള വായുവുമായി ഘർഷണത്തിലേർപ്പെട്ട് ചൂടായി കത്തിയെരിയുന്നതിനാലാണ് അവ ഭൂമിയിൽ എത്താതെ നശിക്കുന്നത്. ധ്രുവദീപ്തികൾക്ക് ഓറോറ ബോറിയാലിസ്, ഓറോറ ഓസ്ട്രാലിസ് ആതിഥേയത്വം വഹിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ, പ്രത്യേകിച്ച് അതിന്റെ അയണോസ്ഫിയർ ഭാഗം. സൗരവാതത്തിലെ ചാർജുള്ള കണികകൾ ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി കൂട്ടിയിടിച്ച് അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് ധ്രുവദീപ്തികൾ ഉണ്ടാകുന്നത്. തെർമോസ്ഫിയറിലെ അയണോസ്ഫിയർ ഭാഗത്താണ് ഈ പ്രതിഭാസം പ്രധാനമായും സംഭവിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറംഭാഗത്തെ പാളി ഏതാണ്? ഇത് ബഹിരാകാശത്തേക്ക് മാറുന്നു. എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ്. ഇത് ഏകദേശം 700 കിലോമീറ്റർ ഉയരം മുതൽ 10,000 കിലോമീറ്റർ വരെ വ്യാപിച്ചുകിടക്കുന്നു. ഇവിടെ വാതക തന്മാത്രകൾ വളരെ വിരളമായതിനാൽ സാന്ദ്രത കുറവാണ്. ഇത് ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള സംക്രമണ മേഖലയായി കണക്കാക്കപ്പെടുന്നു. ആഗോള കാറ്റ് സംവിധാനങ്ങളെ നയിക്കുന്ന പ്രാഥമിക ശക്തി ഏതാണ്? സൂര്യനാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം. സൂര്യന്റെ കിരണങ്ങൾ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല പതിക്കുന്നത്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ വ്യത്യസ്തമായ താപനില വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ഈ താപനില വ്യത്യാസങ്ങൾ മർദ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും അത് കാറ്റുകളുടെ രൂപീകരണത്തിനും ആഗോള കാറ്റ് സംവിധാനങ്ങളെ നയിക്കുന്നതിനും കാരണമാകുകയും ചെയ്യുന്നു. താപനില വ്യത്യാസം കാരണം രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന പ്രാദേശിക കാറ്റുകൾ ഏതാണ്? കരക്കാറ്റുകൾ, ലാൻഡ് ബ്രീസസ്. രാത്രികാലങ്ങളിൽ കരഭാഗം കടലിനേക്കാൾ വേഗത്തിൽ തണുക്കുന്നു. തണുത്ത കരയിൽ ഉയർന്ന മർദ്ദവും ചൂടുള്ള കടലിനു മുകളിൽ താഴ്ന്ന മർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് ഉയർന്ന മർദ്ദമുള്ള കരയിൽ നിന്ന് താഴ്ന്ന മർദ്ദമുള്ള കടലിലേക്ക് കാറ്റ് വീശാൻ കാരണമാകുന്നു. ആൽപ്സ് പർവ്വതനിരകളിൽ കാണപ്പെടുന്ന അഡിയാബാറ്റിക് താപനം മൂലമുണ്ടാകുന്ന വരണ്ടതും ചൂടുള്ളതുമായ താഴേക്ക് വീശുന്ന കാറ്റിന് പറയുന്ന പേരെന്ത്? ഫോൺ കാറ്റ്, ഫോൺ വെൻഡ്. ഫോൺ കാറ്റ് എന്നത് ഒരു പ്രത്യേകതരം പ്രാദേശിക കാറ്റാണ്. ഇത് പർവ്വതത്തിന്റെ ഒരു വശത്തുനിന്ന് താഴേക്ക് വീശുന്ന വരണ്ടതും ചൂടുള്ളതുമായ കാറ്റാണ്. പർവ്വതത്തിനു മുകളിലൂടെ വായു കടന്നുപോകുമ്പോൾ അഡിയാബാറ്റിക് താപനം സംഭവിക്കുന്നത് മൂലമാണ് ഈ കാറ്റുകൾക്ക് ചൂട് ലഭിക്കുന്നത്.
അന്തരീക്ഷത്തിലെ ഉയർന്ന ഉയരങ്ങളിൽ അതിവേഗമൊഴുകുന്ന ഇടുങ്ങിയ വായുപ്രവാഹങ്ങളെ എന്താണ് വിളിക്കുന്നത്? ജെറ്റ് സ്ട്രീമുകൾ. ജെറ്റ് സ്ട്രീമുകൾ സാധാരണയായി ട്രോപോസ്ഫിയറിന്റെ മുകൾ ഭാഗത്തും സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തും കാണപ്പെടുന്നു. ഇവക്ക് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയുണ്ടാകാം. ആഗോള കാലാവസ്ഥയെയും പ്രാദേശിക കാലാവസ്ഥാ പാറ്റേണുകളെയും സ്വാധീനിക്കുന്നതിൽ ഇവക്ക് പ്രധാന പങ്കുണ്ട്. മധ്യകിഴക്കൻ ഉഷ്ണമേഖലാ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനിലയിലെ വർധനവ് ഒരു പ്രത്യേക കാലാവസ്ഥാ പ്രതിഭാസത്തിന് കാരണമാകുന്നു. അതെന്താണ്? എൽ നിനോ. എൽ നിനോ ഒരു ആഗോള കാലാവസ്ഥാ പ്രതിഭാസമാണ്. ഇത് പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനിലയിലെ വർധനവ് മൂലം ഉണ്ടാകുന്നു. ഇത് സാധാരണയായി 2 മുതൽ 7 വരെ വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നു. എൽ നിനോ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ പാറ്റേണുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഇത് കാരണമാകാം. ശക്തമായ ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്ന വലിയ തോതിലുള്ള വായുപിണ്ഡത്തെ എന്താണ് വിളിക്കുന്നത്? ഒരു ചുഴലിക്കാറ്റ്, എ സൈക്ലോൺ. ചുഴലിക്കാറ്റുകൾ വടക്കൻ അർദ്ധഗോളത്തിൽ എതിർ ഘടികാരദിശയിലും തെക്കൻ അർദ്ധഗോളത്തിൽ ഘടികാരദിശയിലും കറങ്ങുന്നു. ഇവ സാധാരണയായി ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുകയും തീവ്രമായ കാറ്റും മഴയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളും മിതശീതോഷ്ണ ചുഴലിക്കാറ്റുകളും പ്രധാനപ്പെട്ട 2 തരം ചുഴലിക്കാറ്റുകളാണ്. ഉയർന്ന അന്തരീക്ഷമർദ്ദം കേന്ദ്രമാക്കി വ്യക്തമായ ആകാശവും ശാന്തമായ കാലാവസ്ഥയും ഉണ്ടാക്കുന്ന കാലാവസ്ഥാ സംവിധാനം ഏതാണ്? ആന്റിസൈക്ലോൺ. ആന്റിസൈക്ലോൺ എന്നത് ഉയർന്ന മർദ്ദമുള്ള ഒരു കാലാവസ്ഥാ സംവിധാനമാണ്. ഇതിന്റെ കേന്ദ്രത്തിൽ മർദ്ദം കൂടുതലായിരിക്കും. ഇത് സാധാരണയായി തെളിഞ്ഞ ആകാശത്തിനും ശാന്തമായ കാലാവസ്ഥയ്ക്കും കാരണമാകുന്നു. വായു മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയും പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഇതിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുമുണ്ട്. ലോകജനസംഖ്യയുടെ 60% ഈ ഭൂഖണ്ഡത്തിലാണ് വസിക്കുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സംസ്കാരങ്ങളും ഏഷ്യയുടെ പ്രത്യേകതകളാണ്. അവ രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാറകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ്, അവസാദ ശിലകൾ, സെഡിമെന്ററി, കായാന്തരിത ശിലകൾ, മെറ്റമോർഫിക്. പാറകളെ അവയുടെ രൂപീകരണത്തെ അടിസ്ഥാനമാക്കി 3 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. മാഗ്മയിൽ നിന്ന് രൂപപ്പെടുന്ന ആഗ്നേയ ശിലകൾ, അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസാദ ശിലകൾ, നിലവിലുള്ള ശിലകൾ താപത്തിന്റെയും മർദ്ദത്തിന്റെയും ഫലമായി രൂപാന്തരപ്പെടുന്ന കായാന്തരിത ശിലകൾ എന്നിവയാണവ. ആഗ്നേയ ശിലകൾ പ്രധാനമായും എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഉരുകിയ മാഗ്മയോ ലാവയോ തണുത്ത് കരാവസ്ഥയിലാകുമ്പോൾ. ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശിലകൾ എന്നും പേരുണ്ട്. കാരണം ഇവയാണ് ഭൂമിയിൽ ആദ്യം രൂപപ്പെട്ട ശിലകൾ. ഭൂമിയുടെ ഉള്ളിലുള്ള ഉരുകിയ മാഗ്മയോ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന ലാവയോ തണുത്ത് കരാവസ്ഥയിലാകുമ്പോഴാണ് ഇവ ഉണ്ടാകുന്നത്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അവസാദ ശിലകൾ സാധാരണയായി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അവസാദങ്ങളുടെ ശേഖരണത്തിലൂടെയും കട്ടിയാകുന്നതിലൂടെയും. കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണൊലിപ്പും മൂലം പാറകൾക്ക് പൊട്ടലുണ്ടായി അവസാദങ്ങളായി മാറുന്നു. ഈ അവസാദങ്ങൾ കാലക്രമേണ അടിഞ്ഞുകൂടി മർദ്ദത്തിന്റെയും സിമന്റേഷന്റെയും ഫലമായി കട്ടിയായി അവസാദ ശിലകളായി രൂപപ്പെടുന്നു. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ ഉദാഹരണങ്ങളാണ്. കായാന്തരിത ശിലകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിലവിലുള്ള ശിലകൾ താപം, മർദ്ദം അല്ലെങ്കിൽ രാസമാറ്റം എന്നിവയിലൂടെ രൂപാന്തരപ്പെടുമ്പോൾ. കായാന്തരിത ശിലകൾക്ക് രൂപാന്തരിത ശിലകൾ എന്നും പേരുണ്ട്. നിലവിലുള്ള ആഗ്നേയ, അവസാദ ശിലകൾക്ക് ഉയർന്ന താപത്തിന്റെയും മർദ്ദത്തിന്റെയും രാസമാറ്റങ്ങളുടെയും ഫലമായി ഘടനാപരവും ധാതുപരവുമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇവ രൂപപ്പെടുന്നത്. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതശിഖരം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതശിഖരമാണ് എവറസ്റ്റ് കൊടുമുടി. ഹിമാലയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ ഉയരം 8848.86 മീറ്ററാണ്. നേപ്പാളിനും ചൈനയ്ക്കുമിടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഭൂമിയുടെ പുറന്തോടിന്റെ വലിയ ഭാഗങ്ങൾ ഭ്രംശരേഖകളിലൂടെ ഉയർത്തപ്പെടുമ്പോൾ രൂപപ്പെടുന്ന പർവ്വതങ്ങൾ ഏതുതരം പർവ്വതങ്ങളാണ്? ബ്ലോക്ക് പർവ്വതങ്ങൾ, ബ്ലോക്ക് മൗണ്ടൻസ്. ഭ്രംശരേഖകളിലൂടെ, ഫോൾട്ട് ലൈൻസ്, ഭൂമിയുടെ പുറന്തോടിൽ വിള്ളലുണ്ടാവുകയും അതിന്റെ ഫലമായി വലിയ ബ്ലോക്കുകൾ ഉയർത്തപ്പെടുകയോ താഴ്ന്നുപോകുകയോ ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഉയർന്നുനിൽക്കുന്ന ഭാഗങ്ങളെ ഹോസ്റ്റ് എന്നും താഴ്ന്നുപോയ ഭാഗങ്ങളെ ഗ്രാബൻ എന്നും പറയുന്നു. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലോക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? ഏകദേശം 71%. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇതിൽ 97% ഉപ്പുവെള്ളമാണ്, ബാക്കിയുള്ള 3% മാത്രമാണ് ശുദ്ധജലം. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, മഞ്ഞുപാളികൾ എന്നിവ ഈ ജലത്തിന്റെ പ്രധാന സ്രോതസ്സുകളാണ്. ഭൂമിയിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ലോകത്തിന്റെ ഉപരിതലത്തിന്റെ ഏകദേശം 1/3 ഇത് ഉൾക്കൊള്ളുന്നു. മരിയാന ട്രെഞ്ച് എന്ന ഏറ്റവും ആഴമേറിയ ഭാഗം ഈ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കരയാൽ ചുറ്റപ്പെട്ട കടൽ ഏതാണ്? കാസ്പിയൻ കടൽ. കാസ്പിയൻ കടൽ യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ്. ഇത് വലിപ്പത്തിൽ ഒരു കടലിനോട് സാമ്യമുള്ളതാണെങ്കിലും സാങ്കേതികമായി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ്. ഇതിന് ഉപ്പുവെള്ളമാണുള്ളത്. ഉപരിതല വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇലേക്ക് സുപ്പീരിയർ. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇലേക്ക് സുപ്പീരിയർ ഉപരിതല വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതിർത്തി പങ്കിടുന്ന ഈ തടാകം ഗ്രേറ്റ് ലേക്കുകളിൽ ഒന്നാണ്. ഇത് വലിയ അളവിൽ ശുദ്ധജലം സംഭരിക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്ക് പ്രധാനമായും ഏത് 2 ജലാശയങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും. ജിബ്രാൾട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇത് യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ കപ്പൽ ഗതാഗത മാർഗം കൂടിയാണ്. ഇതിന് ഏകദേശം 14.3 കിലോമീറ്റർ വീതിയുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ആമസോൺ നദി. തെക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ്. വലിയ അളവിൽ ജലം വഹിക്കുന്ന കാര്യത്തിലും ഇത് 1-ാം സ്ഥാനത്താണ്. ആമസോൺ മഴക്കാടുകളിലൂടെയാണ് ഈ നദി പ്രധാനമായും ഒഴുകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ഏഞ്ചൽ വെള്ളച്ചാട്ടം. വെനിസ്വേലയിൽ സ്ഥിതി ചെയ്യുന്ന ഏഞ്ചൽ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ്. ഇതിന് ഏകദേശം 979 മീറ്റർ 3212 അടി ഉയരമുണ്ട്. കനാമ ദേശീയോദ്യാനത്തിലെ ഒയാങ് ടെപ്പുയി പർവ്വതത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ 476 CE ആരംഭിച്ചതായി സാധാരണയായി കണക്കാക്കപ്പെടുന്ന ചരിത്ര കാലഘട്ടം ഏതാണ്? മധ്യകാലഘട്ടം അല്ലെങ്കിൽ മെഡിവാൾ പീരീഡ്. 476 CEയിൽ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെയാണ് മധ്യകാലഘട്ടം ആരംഭിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഇത് ഏകദേശം 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്നു. നവോത്ഥാനത്തിന്റെ ആരംഭത്തോടെയാണ് ഈ കാലഘട്ടം അവസാനിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയുടെ പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ. 1947-ൽ ഇന്ത്യയുടെ വിഭജന സമയത്ത് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള അതിർത്തി രേഖ നിർണയിച്ചത്. ഇത് റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നു. ഈ രേഖ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ വേർതിരിവ് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ കരയാൽ ചുറ്റപ്പെട്ടതും രാജ്യത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതുമായ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു, കാരണം ഇത് രാജ്യത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ സംസ്ഥാനത്തിന് കടൽത്തീരമില്ല. ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം. കരയാൽ ചുറ്റപ്പെട്ടതും നിഷ്പക്ഷതയ്ക്കും ബാങ്കിംഗ് മേഖലയ്ക്കും പേരുകേട്ടതുമായ യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്.
മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലൻഡ് കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. ഇത് ദീർഘകാലമായി തുടരുന്ന നിഷ്പക്ഷ നയത്തിനും ഉയർന്ന നിലവാരമുള്ള ബാങ്കിംഗ് സേവനങ്ങൾക്കും ആഗോളതലത്തിൽ പ്രശസ്തമാണ്. ആൽപ്സ് പർവ്വതനിരകളാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രധാന ഭൂപ്രദേശം. ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? കാൻബറ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. ഇത് ഓസ്ട്രേലിയൻ തലസ്ഥാന ടെറിട്ടറിയിൽ സ്ഥിതിചെയ്യുന്നു. 1908-ൽ മെൽബണിനും സിഡ്നിക്കുമിടയിലുള്ള ഒരു ഒത്തുതീർപ്പ് സ്ഥാനമായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. ഭൂപ്രദേശത്തിന്റെ വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഈ രാജ്യം ഭൂമിയുടെ കരപ്രദേശത്തിന്റെ ഏകദേശം 11% ഉൾക്കൊള്ളുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രധാന വസ്തുതയാണ്. വിസ്തീർണത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യം ഏതാണ്? വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ്. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് റോമൻ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനം കൂടിയാണ്. ഇതിന്റെ പരമാധികാരി മാർപ്പാപ്പയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയും ചൈനയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഈ 2 രാജ്യങ്ങളും ആഗോള ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വഹിക്കുന്നു. ഈ വസ്തുത ജനസംഖ്യാ പഠനങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ഏതാണ്? സഹാറ മരുഭൂമി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ്. ഏകദേശം 9.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് നിരവധി വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശീത മരുഭൂമി ഏതാണ്? അന്റാർട്ടിക് ധ്രുവ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ശീത മരുഭൂമിയാണ് അന്റാർട്ടിക് ധ്രുവ മരുഭൂമി. ഇതിന് ഏകദേശം 14 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. വളരെ കുറഞ്ഞ മഴയും അത്യധികം തണുപ്പും ഇതിന്റെ സവിശേഷതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം ഉത്പാദക രാജ്യം ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. സമീപകാല കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം ഉത്പാദക രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ്. ഷെയിൽ ഓയിൽ ഉത്പാദനത്തിലെ മുന്നേറ്റമാണ് ഈ സ്ഥാനത്തേക്ക് അമേരിക്കയെ എത്തിച്ചത്. ഇത് ആഗോള ഊർജ്ജ വിപണിയിലെ ഒരു പ്രധാന മാറ്റമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് ഏത് രാജ്യമാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ് അമേരിക്കൻ ഐക്യനാടുകൾ. അതിന്റെ വലിയ സമ്പദ്വ്യവസ്ഥയും വ്യാവസായിക ആവശ്യകതകളും ഗതാഗത മേഖലയിലെ ഉയർന്ന ഉപഭോഗവും ഇതിന് കാരണമാകുന്നു. ഊർജ്ജ സുരക്ഷാ നയങ്ങൾക്ക് ഈ വസ്തുത പ്രധാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട പെട്രോളിയം ശേഖരം ഏത് രാജ്യത്തിനാണ്? വെനസ്വേല. ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട പെട്രോളിയം ശേഖരം വെനസ്വേലയുടെ കൈവശമാണ്. എന്നാൽ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾ കാരണം അതിന്റെ ഉത്പാദനവും വിതരണവും വെല്ലുവിളികൾ നേരിടുന്നു. ഇത് ആഗോള ഊർജ്ജ ഭൂമിശാസ്ത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യം സൗദി അറേബ്യയാണ്. ഒപെക് അംഗരാജ്യങ്ങളിൽ പ്രധാനിയായ സൗദി അറേബ്യ ആഗോള എണ്ണ വിപണിയിൽ ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യം ചൈനയാണ്. ചൈനയുടെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും വ്യാവസായിക ആവശ്യകതകളും എണ്ണയുടെ ഉയർന്ന ഇറക്കുമതിക്ക് കാരണമാകുന്നു. ഇത് ആഗോള ഊർജ്ജ ആവശ്യകതകളെയും വിപണികളെയും കാര്യമായി സ്വാധീനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉത്പാദക രാജ്യം ഏതാണ്? ചൈന. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉത്പാദക രാജ്യമാണ്. ഇത് അവരുടെ വ്യാവസായിക ഉൽപ്പാദനത്തിലും ഊർജ്ജ ആവശ്യങ്ങളിലും വലിയ പങ്കുവഹിക്കുന്നു. ലോകത്തിലെ മൊത്തം കൽക്കരി ഉൽപ്പാദനത്തിന്റെ വലിയൊരു ഭാഗം ചൈനയുടെ സംഭാവനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ശേഖരം തെളിയിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
ലോകത്തിലെ ഏറ്റവും വലിയ തെളിയിക്കപ്പെട്ട കൽക്കരി ശേഖരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇത് അവർക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. ഈ ശേഖരം ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉപഭോക്താവ് ഏത് രാജ്യമാണ്? ചൈന. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉത്പാദക രാജ്യം മാത്രമല്ല, ഏറ്റവും വലിയ ഉപഭോക്താവും കൂടിയാണ്. അവരുടെ ഊർജ്ജ ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും കൽക്കരിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് വ്യാവസായിക വികസനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും കൽക്കരിയുടെ ഇറക്കുമതി അനിവാര്യമാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഉയർന്ന നിലവാരമുള്ള താപ കൽക്കരിയുടെയും ലോഹ കൽക്കരിയുടെയും പ്രധാന വിതരണക്കാരാണ് ഓസ്ട്രേലിയ. ഇത് അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. ആഗോളതലത്തിൽ പ്രാഥമിക അലുമിനിയത്തിന്റെ ഏറ്റവും വലിയ ഉത്പാദക രാജ്യം ഏതാണ്? ചൈന. ആഗോളതലത്തിൽ പ്രാഥമിക അലുമിനിയത്തിന്റെ ഏറ്റവും വലിയ ഉത്പാദക രാജ്യം ചൈനയാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കും നിർമ്മാണ മേഖലയ്ക്കും അലുമിനിയം ഒരു പ്രധാന ലോഹമാണ്. ചൈനയുടെ വലിയ ഉത്പാദനം ആഗോള വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. അലുമിനിയത്തിന്റെ പ്രധാന അയിരായ ബോക്സൈറ്റിന്റെ ഏറ്റവും വലിയ ഉത്പാദക രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. അലുമിനിയത്തിന്റെ പ്രധാന അയിരായ ബോക്സൈറ്റിന്റെ ഏറ്റവും വലിയ ഉത്പാദക രാജ്യം ഓസ്ട്രേലിയയാണ്. അലുമിനിയം വ്യവസായത്തിന് ബോക്സൈറ്റ് അത്യന്താപേക്ഷിതമാണ്. ലോകമെമ്പാടുമുള്ള അലുമിനിയം ഉത്പാദനത്തിൽ ഓസ്ട്രേലിയക്ക് പ്രധാന പങ്കുണ്ട്. മധ്യപൂർവ്വദേശത്ത് ആടുകളെയും നായ്ക്കളെയും ആദ്യമായി ഇണക്കി വളർത്തിയത് എപ്പോഴാണ്? 10,000 BCE. മധ്യപൂർവ്വദേശത്ത് ഏകദേശം 10,000 BCE ഓടെയാണ് ആടുകളെയും നായ്ക്കളെയും മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്താൻ തുടങ്ങിയത്. ഈ കാലഘട്ടം നവീന ശിലായുഗത്തിന്റെ നിയോലിത്തിക് ഏജ് ആരംഭത്തെയും കാർഷിക വിപ്ലവത്തിന്റെ ആദ്യഘട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യന്റെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സ്ഥിരമായ കൃഷി ആരംഭിച്ചത് എപ്പോഴാണ്? 9500 BCE. സ്ഥിരമായ കൃഷി ഏകദേശം 9500 BCE ഓടെയാണ് ആരംഭിച്ചത്. ഇത് മനുഷ്യനെ നാടോടി ജീവിതത്തിൽ നിന്ന് മാറി ഒരിടത്ത് സ്ഥിരതാമസമാക്കാൻ സഹായിച്ചു. ഈ മാറ്റം നാഗരികതകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ചെമ്പ് കണ്ടുപിടിച്ചത് എപ്പോഴാണ്? 6000 BCE. ഏകദേശം 6000 BCE ഓടെയാണ് മനുഷ്യൻ ചെമ്പ് കണ്ടുപിടിച്ചത്. ഇത് ലോഹയുഗത്തിന്റെ ചൽക്കോലിത്തിക് ഏജ് ആരംഭത്തെ സൂചിപ്പിക്കുന്നു. ചെമ്പിന്റെ കണ്ടുപിടുത്തം ഉപകരണ നിർമ്മാണത്തിലും ആയുധ നിർമ്മാണത്തിലും വലിയ പുരോഗതി കൊണ്ടുവന്നു. ഇത് മനുഷ്യന്റെ സാമൂഹികവും സാങ്കേതികവുമായ വികാസത്തിന് ഒരു നാഴികക്കല്ലായി മാറി. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിൽ സുമേറിയൻ നാഗരികത വികസിച്ചത് ഏകദേശം ഏതു വർഷമാണ്? 5000 BCE. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള മെസൊപ്പൊട്ടേമിയ പ്രദേശത്ത് ഏകദേശം 5000 BCE ഓടെയാണ് സുമേറിയൻ നാഗരികത വികസിച്ചു തുടങ്ങിയത്. ലോകത്തിലെ ആദ്യത്തെ നാഗരികതകളിൽ ഒന്നാണിത്. എഴുത്ത്, ചക്രത്തിന്റെ കണ്ടുപിടുത്തം, നഗരാസൂത്രണം എന്നിവയ്ക്ക് സുമേറിയക്കാർ വലിയ സംഭാവനകൾ നൽകി. 365 ദിവസവും 12 മാസവും 30 ദിവസവുമുള്ള ആദ്യത്തെ കലണ്ടർ എപ്പോഴാണ് കണ്ടുപിടിച്ചത്? BCE 5000. ആദ്യകാല നാഗരികതകൾക്ക് കാർഷികാവശ്യങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും സമയം കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഈജിപ്ഷ്യൻ നാഗരികതയിലാണ് ഇത്തരം കലണ്ടറുകൾ ആദ്യമായി രൂപപ്പെട്ടത്. ഇത് നൈൽ നദിയുടെ വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഈജിപ്തിൽ വെങ്കലം കണ്ടുപിടിച്ചത് എന്ന്? BCE 3500. ചെമ്പിന്റെയും ടിന്നിന്റെയും ഒരു ലോഹസങ്കരമായ വെങ്കലം ആയുധങ്ങൾ, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. വെങ്കലയുഗത്തിന്റെ ആരംഭം കുറിച്ച ഈ കണ്ടുപിടുത്തം പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒരു നാഴികക്കല്ലായിരുന്നു.
ഈജിപ്തിലെ ആദ്യത്തെ രാജവംശം ആരംഭിച്ചത് എന്ന്? BC 3100. മെനസ് രാജാവിന്റെ കീഴിൽ അപ്പർ, ലോവർ ഈജിപ്ത് ഏകീകരിക്കപ്പെട്ടതോടെയാണ് ഈജിപ്തിലെ ആദ്യ രാജവംശം ആരംഭിച്ചത്. ഇത് പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഉദയത്തെയും ഫറവോണിക് ഭരണത്തിന്റെ തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു. എഴുത്തിന്റെ ആദ്യരൂപങ്ങൾ ഏകദേശം എപ്പോഴാണ് ഉത്ഭവിച്ചത്? BC 3000. മെസൊപ്പൊട്ടേമിയയിലെ സുമേറിയൻ സംസ്കാരത്തിലാണ് ക്യൂണിഫോം ലിപികളിലൂടെ എഴുത്തിന്റെ ആദ്യരൂപങ്ങൾ വികസിച്ചത്. ഭരണപരമായ രേഖകളും വ്യാപാര കണക്കുകളും സൂക്ഷിക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇത് മനുഷ്യചരിത്രത്തിലെ ഒരു സുപ്രധാന മുന്നേറ്റമായിരുന്നു. സിന്ധു നദീതട സംസ്കാരം ഏത് കാലഘട്ടത്തിലാണ് വളർന്നു പുഷ്ടിപ്പെട്ടത്? BC 2600. ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരം ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന നാഗരികതയായിരുന്നു. ആസൂത്രിതമായ നഗരങ്ങളും വികസിതമായ വ്യാപാര ശൃംഖലകളും ഈ സംസ്കാരത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ഗിസയിലെ വലിയ പിരമിഡ് നിർമ്മിച്ചത് എന്ന്? BC 2560. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ വലിയ പിരമിഡ് ഈജിപ്ഷ്യൻ ഫറവോ കുഫുവിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. പുരാതന ഈജിപ്തിലെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഉന്നതി ഇത് കാണിക്കുന്നു. ഇരുമ്പുയുഗം എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു? BC 2000 മുതൽ 1200 വരെ. ഇരുമ്പുയുഗം എന്നത് ഇരുമ്പ് ഉപകരണങ്ങളും ആയുധങ്ങളും വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെങ്കലയുഗത്തിനുശേഷം വന്ന ഈ കാലഘട്ടം വിവിധ സംസ്കാരങ്ങളുടെ സാങ്കേതികവും സാമൂഹികവുമായ വികാസത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അക്ഷരമാല ഉപയോഗിച്ചുള്ള എഴുത്ത് ഏകദേശം എപ്പോഴാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്? BC 1800. സെമിറ്റിക് ഭാഷ സംസാരിക്കുന്നവരാണ് ആദ്യത്തെ അക്ഷരമാല രൂപപ്പെടുത്തിയത്. ഇത് പിന്നീട് ഫീനീഷ്യൻ അക്ഷരമാലയുടെ അടിസ്ഥാനമായി മാറി. ചിത്രലിപികളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ചിഹ്നത്തിനും ഒരു ശബ്ദം എന്ന ആശയം എഴുത്തിനെ കൂടുതൽ ലളിതവും വ്യാപകവുമാക്കി. സിന്ധു നദീതട സംസ്കാരം എപ്പോൾ ക്ഷയിക്കുകയോ അവസാനിക്കുകയോ ചെയ്തു? BC 1700. കാലാവസ്ഥാ വ്യതിയാനം, നദികളുടെ ഗതിമാറ്റം, വെള്ളപ്പൊക്കം, ബാഹ്യമായ അധിനിവേശങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി കരുതപ്പെടുന്നത്. എങ്കിലും കൃത്യമായ കാരണം ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ച വിഷയമാണ്. ഈജിപ്തിൽ ജലഘടികാരം കണ്ടുപിടിച്ചത് എന്ന്? BC 1400. സമയം അളക്കുന്നതിനുള്ള ഒരു യന്ത്രമായിരുന്നു ജലഘടികാരം ക്ലെപ്സിഡ്ര. പുരാതന ഈജിപ്ഷ്യൻ ജനത സൂര്യഘടികാരങ്ങൾ പ്രവർത്തിക്കാത്ത രാത്രികാലങ്ങളിൽ സമയം അറിയാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ചൈനയിലെ ഷൗ ജോ രാജവംശം എപ്പോഴാണ് ആരംഭിച്ചത്? BC 1027. ചൈനയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന രാജവംശമാണ് ഷൗ രാജവംശം. ദീർഘകാലം ഭരണം നടത്തിയ ഈ രാജവംശം BC 1027 സ്ഥാപിതമായി. ഇതിന്റെ ഭരണകാലം ചൈനീസ് തത്വചിന്തയുടെയും സാമൂഹിക ഘടനയുടെയും വികാസത്തിന് നിർണായകമായിരുന്നു. ഹോമർ, ഇലിയഡ്, ഓഡീസി എന്നീ ഇതിഹാസ കാവ്യങ്ങൾ രചിച്ചത് എപ്പോഴാണ്? BC 850. പുരാതന ഗ്രീക്ക് കവിയായ ഹോമർ രചിച്ച ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. BC 850 ഓടെ രചിക്കപ്പെട്ടതായി കരുതുന്ന ഈ കൃതികൾ പാശ്ചാത്യ സാഹിത്യത്തിലെ അടിസ്ഥാനശിലകളായി കണക്കാക്കപ്പെടുന്നു. ട്രോജൻ യുദ്ധത്തെക്കുറിച്ചും ഒഡീസ്യൂസിന്റെ യാത്രകളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഒളിമ്പിക് ഗെയിംസ് ആദ്യമായി രേഖപ്പെടുത്തിയത് എപ്പോഴാണ്? BC 776. പുരാതന ഒളിമ്പിക് ഗെയിംസ് ഗ്രീസിലെ ഒളിമ്പിയയിൽ BC 776 ആരംഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കായിക മാമാങ്കം സ്യൂസ് ദേവന് സമർപ്പിക്കപ്പെട്ട ഒരു മതപരമായ ആഘോഷമായിരുന്നു. 4 വർഷത്തിലൊരിക്കൽ ഇത് സംഘടിപ്പിക്കപ്പെട്ടു. റോം നഗരം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? പരമ്പരാഗതമായി റോമുലസ് ആണോ സ്ഥാപിച്ചത്? BC 753. പുരാണപ്രകാരം റോമുലസ് സഹോദരനായ റെമുസിനെ കൊലപ്പെടുത്തി റോം നഗരം BC 753 സ്ഥാപിച്ചു. റോമിന്റെ സ്ഥാപന തീയതിയായി പരമ്പരാഗതമായി ഇത് കണക്കാക്കപ്പെടുന്നു. പിന്നീട് ഈ നഗരം റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറി.
പേർഷ്യൻ സാമ്രാജ്യം ഏകദേശം എപ്പോഴാണ് വളർച്ച ആരംഭിച്ചത്? BC 653. പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് പേർഷ്യൻ സാമ്രാജ്യം. BC 653 ഓടെയാണ് ഇതിന്റെ വളർച്ച ആരംഭിച്ചത്. സൈറസ് ദി ഗ്രേറ്റ് ഈ സാമ്രാജ്യത്തെ ഏകീകരിച്ച് അതിശക്തമാക്കി. ഇന്ത്യയിൽ 16 മഹാജനപദങ്ങൾ എപ്പോഴാണ് ഉയർന്നുവന്നത്? BC 600. പുരാതന ഇന്ത്യയിൽ BC 600 ഓടെയാണ് 16 മഹാജനപദങ്ങൾ അഥവാ വലിയ രാജ്യങ്ങൾ ഉയർന്നുവന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തികേന്ദ്രങ്ങളായിരുന്ന ഇവ മഗധ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് കളമൊരുക്കി. കോസല, വത്സ, അവന്തി എന്നിവ പ്രധാന മഹാജനപദങ്ങളിൽ ചിലതാണ്. ജറുസലേമിലെ ആദ്യത്തെ ദേവാലയം, സോളമന്റെ ദേവാലയം, എപ്പോഴാണ്, ആരുടെ കൈയാൽ നശിപ്പിക്കപ്പെട്ടത്? BC 586 ബാബിലോണിയക്കാർ. ജറുസലേമിലെ സോളമൻ ദേവാലയം BC 586 ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നേസർ രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നശിപ്പിച്ചു. ഈ സംഭവം ജൂതചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. യഹൂദജനതയുടെ ബാബിലോണിയൻ പ്രവാസത്തിനും ഇത് കാരണമായി. ഗ്രീക്ക് പണ്ഡിതനായ പൈഥഗോറസ് ഏകദേശം എപ്പോഴാണ് ആകാശഗോളങ്ങളുടെ ചലനങ്ങളെയും ഗണിതശാസ്ത്രത്തെയും കുറിച്ച് പഠിച്ചത്? BC 550. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന പൈഥഗോറസ് BC 550 ഓടെയാണ് തന്റെ പ്രധാന പഠനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും നിർണായകമായിരുന്നു. പൈഥഗോറിയൻ സിദ്ധാന്തം ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. അവസാനത്തെ റോമൻ രാജാവിനെ പുറത്താക്കിയ ശേഷം റോമൻ റിപ്പബ്ലിക് എപ്പോഴാണ് സ്ഥാപിതമായത്? BC 509. അവസാനത്തെ റോമൻ രാജാവായ ലൂസിയസ് ടാർക്വിനിയസ് സൂപ്പർബസിനെ പുറത്താക്കിയ ശേഷം BC 509 റോമൻ റിപ്പബ്ലിക് സ്ഥാപിതമായി. രാജഭരണത്തിൽ നിന്നു മാറി സെനറ്റിന്റെയും ജനങ്ങളുടെയും പ്രതിനിധികൾ ഭരണം നടത്തുന്ന ഒരു സമ്പ്രദായം ഇത് സ്ഥാപിച്ചു. റോമൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന മാറ്റമായിരുന്നു ഇത്. ആഥൻസിൽ ജനാധിപത്യം എപ്പോഴാണ് അവതരിപ്പിച്ചത്? BC 508. ലോകത്തിലെ ആദ്യകാല ജനാധിപത്യ വ്യവസ്ഥകളിലൊന്നാണ് ആഥൻസിലേത്. BC 508 ക്ലിസ്തീൻസ് എന്ന ഭരണാധികാരിയാണ് ആഥൻസിൽ ജനാധിപത്യം അവതരിപ്പിച്ചത്. പൗരന്മാർക്ക് നിയമനിർമ്മാണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്ന ഒരു ഭരണരീതിയായിരുന്നു ഇത്. ആരാണ് അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിൽ സംസ്കൃത വ്യാകരണത്തെയും അതിന്റെ രൂപഘടനയെയും ക്രമീകരിച്ചത്? അത് ഏകദേശം ഏത് കാലഘട്ടത്തിലായിരുന്നു? പാണിനി, ഏകദേശം BC 500. അഷ്ടാധ്യായി എന്ന ഗ്രന്ഥത്തിലൂടെ പാണിനി സംസ്കൃത വ്യാകരണത്തിന് വ്യക്തമായ നിയമങ്ങൾ രൂപീകരിച്ചു. ഇത് ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പിൽക്കാല വ്യാകരണ പഠനങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. പിങ്കളൻ ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് പൂജ്യത്തെക്കുറിച്ചും ദ്വയാംശ സംഖ്യാ സമ്പ്രദായത്തെക്കുറിച്ചുമുള്ള ധാരണയ്ക്ക് സംഭാവന നൽകിയത്? BC 500. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ പിങ്കളൻ ഛന്ദശാസ്ത്രം എന്ന തന്റെ കൃതിയിൽ ദ്വയാംശ സംഖ്യാ സമ്പ്രദായത്തെക്കുറിച്ചും പൂജ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സൂചനകൾ നൽകി. ഇത് ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ ബൈനറി സിസ്റ്റത്തിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് ആരംഭിച്ചു? BC 499. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളും തമ്മിൽ നടന്ന വലിയ സൈനിക പോരാട്ടങ്ങളാണ്. ഈ യുദ്ധങ്ങൾ BC 499 അയോണിയൻ കലാപത്തോടെ ആരംഭിച്ചു, യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഗതിയെ സ്വാധീനിച്ചു. മാരത്തൺ യുദ്ധം എന്ന് നടന്നു? BC 490. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളിലെ ഒരു പ്രധാന പോരാട്ടമായിരുന്നു മാരത്തൺ യുദ്ധം. BC 490 നടന്ന ഈ യുദ്ധത്തിൽ മിൽറ്റിയാഡസിന്റെ നേതൃത്വത്തിലുള്ള ഏഥൻസിലെയും പ്ലാറ്റിയയിലെയും സൈന്യം ദാരിയസ് ഒന്നാമന്റെ പേർഷ്യൻ സൈന്യത്തെ തോൽപ്പിക്കുകയായിരുന്നു. ഫിലിപ്പ് രണ്ടാമൻ രാജാവ് തെബസ്, ഏഥൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ കൈറോണിയ യുദ്ധത്തിൽ എന്ന് പരാജയപ്പെടുത്തി. BC 338. മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമന്റെ ഭരണകാലത്ത് BC
338-ൽ നടന്ന കൈറോണിയ യുദ്ധം ഗ്രീക്ക് ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ യുദ്ധത്തിൽ ഏഥൻസ്, തെബസ് എന്നീ നഗരരാഷ്ട്രങ്ങളുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തിയതിലൂടെ ഫിലിപ്പ് ഗ്രീസിന്റെ ഭൂരിഭാഗവും മാസിഡോണിയൻ ഭരണത്തിൻ കീഴിലാക്കി. എന്താണ് അന്താരാഷ്ട്ര ഏകക വ്യവസ്ഥ? സി. മെട്രിക് സമ്പ്രദായത്തിന്റെ ആധുനിക രൂപം. അളവുകൾക്കായി ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഏകക വ്യവസ്ഥയാണ് അന്താരാഷ്ട്ര ഏകക വ്യവസ്ഥ. സി. 7 അടിസ്ഥാന യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഇത് ശാസ്ത്രീയവും സാങ്കേതികവുമായ ആശയവിനിമയങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കുന്നു. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്, HIV. HIV മനുഷ്യന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ നശിപ്പിക്കുന്ന ഒരു വൈറസാണ്. ഇത് അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ശരിയായ ചികിത്സയിലൂടെ രോഗം നിയന്ത്രിക്കാനും രോഗിയുടെ ആയുസ്സ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് ആരെയാണ് കണക്കാക്കുന്നത്? ഡോക്ടർ വിക്രം സാരാഭായി. ഡോക്ടർ വിക്രം സാരാഭായിയെയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കണക്കാക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇസ്രോ സ്ഥാപകനാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. പ്രതിഭ ദേവിസിംഗ് പാട്ടീൽ 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായിരുന്നു അവർ. രാഷ്ട്രപതി സ്ഥാനത്തിനു മുമ്പ് രാജസ്ഥാൻ ഗവർണറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഹോർട്ടിക്കൾച്ചർ, പഴങ്ങൾ, തേൻ ഉത്പാദനം എന്നിവയുമായി ബന്ധപ്പെട്ട വർണ്ണ വിപ്ലവം ഏതാണ്? സുവർണ വിപ്ലവം, ഗോൾഡൻ റെവല്യൂഷൻ. ഇന്ത്യയിൽ ഹോർട്ടിക്കൾച്ചർ, പഴങ്ങൾ, തേൻ എന്നിവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച വിപ്ലവമാണ് സുവർണ വിപ്ലവം. 1991 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യം ലഭിച്ചു. മിർക് ആയിരുന്നു സുവർണ വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. തമിഴ്നാട് സംസ്ഥാനത്ത് ഉത്ഭവിച്ച ക്ലാസിക്കൽ ഇന്ത്യൻ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഭരതനാട്യം തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇന്ത്യൻ നൃത്തരൂപമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് വളർന്നുവന്ന ഈ കലാരൂപം ആത്മീയവും മതപരവുമായ വിഷയങ്ങളെ ആവിഷ്കരിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. ആഗോള പണ സഹകരണത്തിലും സാമ്പത്തിക സ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള പണ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു. 1944-ലെ ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിലാണ് ഇത് സ്ഥാപിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള രാജ്യങ്ങൾക്ക് ഇത് സഹായം നൽകുന്നു. വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് എഡിസൺ. തോമസ് എഡിസൺ 1879-ൽ പ്രായോഗികമായ ഒരു വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ആധുനിക ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉത്പാദക രാജ്യം ഏതാണ്? ചിലി. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉത്പാദക രാജ്യം ചിലിയാണ്. ചെമ്പ് വ്യവസായം ചിലിയുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന സ്തംഭമാണ്. ഇലക്ട്രോണിക്സ്, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ചെമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നിലവിൽ ആഗോളതലത്തിൽ ഏറ്റവും വലിയ സ്വർണം ഉത്പാദക രാജ്യം ഏതാണ്? ചൈന. നിലവിൽ ആഗോളതലത്തിൽ ഏറ്റവും വലിയ സ്വർണം ഉത്പാദക രാജ്യം ചൈനയാണ്. സ്വർണത്തിന് സാമ്പത്തിക പ്രാധാന്യവും ആഭരണ നിർമ്മാണത്തിലും വലിയ ഡിമാൻഡുമുണ്ട്. ചൈനയുടെ സ്വർണ്ണ ഉത്പാദനം ആഗോള വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. സ്വർണത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. സ്വിറ്റ്സർലൻഡിന് വലിയ സ്വർണ്ണ ശുദ്ധീകരണശാലകളും സാമ്പത്തിക സേവന കേന്ദ്രങ്ങളുമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വജ്രം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബെൽജിയം.
ബെൽജിയത്തിലെ ആന്റ്വർപ്പ് ലോകത്തിലെ വജ്രവ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. അസംസ്കൃത വജ്രങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അവയ്ക്ക് മൂല്യം കൂട്ടുന്ന പ്രക്രിയകൾ ചെയ്ത ശേഷം കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ബെൽജിയം ഈ സ്ഥാനം നിലനിർത്തുന്നത്. പ്രകൃതിദത്ത വജ്രം അളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. ലോകത്തിലെ പ്രകൃതിദത്ത വജ്ര ഉത്പാദനത്തിൽ റഷ്യ വലിയ പങ്ക് വഹിക്കുന്നു. പ്രധാനമായും സൈബീരിയയിലെ വൻകിട ഖനികളിൽ നിന്നാണ് റഷ്യ ഈ നേട്ടം കൈവരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉത്പാദക രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ലോകത്തിലെ മൊത്തം ഇരുമ്പയിര് ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിൽബറ പോലുള്ള പ്രദേശങ്ങളിലെ വിശാലമായ ഖനികളാണ് ഓസ്ട്രേലിയയെ ഈ സ്ഥാനത്ത് എത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉത്പാദകരായ ഓസ്ട്രേലിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യവും. ചൈനയും ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവർ പ്രധാനമായും കയറ്റുമതി നടത്തുന്നത്. ഏറ്റവും വലിയ യുറേനിയം ശേഖരമുള്ള രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ശേഖരം ഓസ്ട്രേലിയയിലാണ്. ആണവോർജ്ജ ഉത്പാദനത്തിന് അത്യന്താപേക്ഷിതമായ ഈ ധാതുവിന്റെ ആഗോള വിതരണത്തിൽ ഓസ്ട്രേലിയക്ക് നിർണായക പങ്കുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? മെക്സിക്കോ. നൂറ്റാണ്ടുകളായി മെക്സിക്കോ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളി ഉത്പാദകരിൽ ഒന്നാണ്. സക്കാഡെക്കാസ് പോലുള്ള പ്രദേശങ്ങളിലെ ഖനികളാണ് മെക്സിക്കോയുടെ ഈ നേട്ടത്തിനു പിന്നിൽ. മാംഗനീസ് അയിരിന്റെ ആഗോള ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ മാംഗനീസ് അയിര് ഉത്പാദകരിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക. സ്റ്റീൽ വ്യവസായത്തിൽ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായ മാംഗനീസ് ദക്ഷിണാഫ്രിക്കയുടെ ഖനന വ്യവസായത്തിന് വലിയ സംഭാവന നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉത്പാദക രാജ്യം ഏതാണ്? ചൈന. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന് പ്രധാന ആഹാരമായ അരിയുടെ ഏറ്റവും വലിയ ഉത്പാദകൻ ചൈനയാണ്. അവരുടെ വിശാലമായ നെൽവയലുകളും ആധുനിക കൃഷിരീതികളും ഈ നേട്ടത്തിന് സഹായിക്കുന്നു. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉത്പാദകരിൽ ഒന്നാണ് ചൈന. വൻതോതിലുള്ള കാർഷികോൽപാദനവും ആധുനിക കൃഷിരീതികളും ഗോതമ്പ് ഉത്പാദനത്തിൽ ചൈനയെ മുന്നിൽ നിർത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചോളം മെയ്സ് ഉത്പാദക രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചോളം ഉത്പാദിപ്പിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കും കാലിത്തീറ്റയ്ക്കും മനുഷ്യ ഉപഭോഗത്തിനും ചോളം ഒരു പ്രധാന വിളയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉത്പാദക രാജ്യങ്ങളിലൊന്നാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ പ്രധാന പരുത്തി ഉത്പാദന കേന്ദ്രങ്ങളാണ്. വസ്ത്രവ്യവസായത്തിൽ പരുത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം. പ്രധാനമായും പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ചണം കൃഷി ചെയ്യുന്നത്. ചാക്കുകൾ, കയറുകൾ, തുണിത്തരങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ചണം ഉപയോഗിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. കരിമ്പ് പ്രധാനമായും പഞ്ചസാര, എത്തനോൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. കാർഷിക മേഖലയിൽ ബ്രസീലിന് കരിമ്പ് ഒരു പ്രധാന വിളയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണ്. പുകയില കൃഷി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പുകയില വ്യവസായം വലിയ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ കാരണം ഇത് വിമർശിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്.
ഇന്ത്യയും കെനിയയും തേയില ഉത്പാദനത്തിൽ മുൻപന്തിയിലുള്ള മറ്റു രാജ്യങ്ങളാണ്. ചൈനയിൽ തേയില ഒരു പ്രധാന കാർഷിക ഉൽപ്പന്നവും സാംസ്കാരിക പാനീയവുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഉത്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. കാപ്പി ആഗോളതലത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. ബ്രസീലിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കാപ്പിക്കൃഷിക്ക് നിർണായക പങ്കുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത റബ്ബർ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? തായ്ലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത റബ്ബർ ഉത്പാദക രാജ്യമാണ് തായ്ലൻഡ്. വാഹന ടയറുകൾ, മറ്റു വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് റബ്ബർ അത്യന്താപേക്ഷിതമാണ്. തായ്ലൻഡിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് റബ്ബർ കൃഷി ഒരു പ്രധാന സംഭാവന നൽകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓറഞ്ച് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഓറഞ്ച് പ്രധാനമായും ജ്യൂസ് നിർമ്മാണത്തിനും നേരിട്ട് കഴിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ബ്രസീലിന്റെ കാർഷിക മേഖലയിൽ ഓറഞ്ച് കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുന്തിരി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്ത് ഏറ്റവും കൂടുതൽ മുന്തിരി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. മുന്തിരിപ്പഴം നേരിട്ട് കഴിക്കുന്നതിനും വൈൻ, ജ്യൂസ്, ഉണക്കമുന്തിരി എന്നിവ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു. മുന്തിരി കൃഷി ചൈനയുടെ കാർഷിക മേഖലയിലെ ഒരു പ്രധാന ഘടകമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും വാഴ കൃഷി വ്യാപകമാണ്. പോഷകസമൃദ്ധമായ വാഴപ്പഴം ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൽ ഒരു പ്രധാന ഭാഗമാണ്. ഏത് രാജ്യമാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ ഉത്പാദകൻ? ചൈന. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആപ്പിൾ ഉത്പാദക രാജ്യം. ലോകത്തിലെ മൊത്തം ആപ്പിൾ ഉത്പാദനത്തിന്റെ വലിയൊരു ഭാഗം ചൈനയിൽ നിന്നാണ് വരുന്നത്. അനുകൂലമായ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളും ആപ്പിൾ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഏത് രാജ്യമാണ് മാമ്പഴത്തിന്റെ ഏറ്റവും വലിയ ഉത്പാദകൻ? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉത്പാദക രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ മാമ്പഴ കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ ഇരുമ്പയിരിന്റെ ഏറ്റവും വലിയ ഉത്പാദക സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയിൽ ഇരുമ്പയിരിന്റെ ഏറ്റവും വലിയ ഉത്പാദക സംസ്ഥാനം ഒഡീഷയാണ്. ഈ സംസ്ഥാനത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. ഇത് രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ശേഖരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരി ശേഖരങ്ങളുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ധൻബാദ്, ബൊക്കാറോ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ കൽക്കരിപ്പാടങ്ങൾ കാണപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രധാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. താപവൈദ്യുത നിലയങ്ങൾക്കും മറ്റു വ്യവസായങ്ങൾക്കും ആവശ്യമായ കൽക്കരിയുടെ പ്രധാന ഉറവിടമാണ് ഈ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ശേഖരം ഏതു തരത്തിൽപ്പെട്ടതാണ്? ഹെമറ്റൈറ്റ്. ഇന്ത്യയിലെ ഇരുമ്പയിര് ശേഖരങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഹെമറ്റൈറ്റ് അയിരാണ്. ഉയർന്ന ഗുണമേന്മയുള്ള ഈ ഇരുമ്പയിര് പ്രധാനമായും ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കർണാടക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരയിലെ പെട്രോളിയം ഉത്പാദന മേഖല ഏതാണ്? അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരയിലെ പെട്രോളിയം ഉത്പാദന മേഖല അസമാണ്. ദിഗ്ബോയ്, നഹർകട്ടിയ, മോറാൻ ഹഗ്രിജൻ തുടങ്ങിയ പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയത് ദിഗ്ബോയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അനുകൂലമായ കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും കാരണം ഇവിടെ നെൽകൃഷി വളരെ വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്?
ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗാ സമതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും ജലസേചന സൗകര്യങ്ങളും ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പ് കൃഷിക്കും അതുമായി ബന്ധപ്പെട്ട പഞ്ചസാര വ്യവസായത്തിനും ഈ സംസ്ഥാനം ഏറെ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിലെ കാപ്പി ഉത്പാദനത്തിൽ കർണാടകയാണ് മുന്നിൽ. രാജ്യത്തെ മൊത്തം കാപ്പി ഉത്പാദനത്തിന്റെ ഏകദേശം 70% ഇവിടെ നിന്നാണ്. അറബിക്ക, റോബസ്റ്റ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിലെ തേയില ഉത്പാദനത്തിൽ അസം സംസ്ഥാനത്തിനാണ് ഒന്നാം സ്ഥാനം. ബ്രഹ്മപുത്ര നദീതടത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും തേയില കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ പരുത്തിയുടെ ഏറ്റവും വലിയ ഉത്പാദക സംസ്ഥാനം ഗുജറാത്താണ്. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായതിനാൽ ഗുജറാത്തിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവുമധികം പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്തിന്റെ മൊത്തം പാൽ ഉത്പാദനത്തിൽ ഗണ്യമായ സംഭാവന ഇവർ നൽകുന്നു. ഈ മേഖലയിലെ വളർച്ച ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ സഹായിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താരാപൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 1969-ൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തിന്റെ ആണവോർജ്ജ പരിപാടിയുടെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഈ നിലയം. സ്ഥാപിത ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? വിന്ധ്യാചൽ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ, മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ സിംഗ്രൌളിയിലുള്ള വിന്ധ്യാചൽ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. NTPCയുടെ ഉടമസ്ഥതയിലുള്ള ഈ നിലയത്തിന് ഏകദേശം 4760 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? തെഹ്രി ജലവൈദ്യുത പദ്ധതി സമുച്ചയം, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ തെഹ്രി ജലവൈദ്യുത പദ്ധതി സമുച്ചയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഭഗീരഥി നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2400 മെഗാവാട്ടാണ് ഇതിന്റെ ആകെ സ്ഥാപിത ശേഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി ഊർജ്ജശേഷിയുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി ഊർജ്ജശേഷിയുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അനുകൂലമായ തീരപ്രദേശങ്ങളും കാറ്റിന്റെ ലഭ്യതയും ഇവിടെ കാറ്റാടിപ്പാടങ്ങളുടെ വികസനത്തിന് സഹായിച്ചു. രാജ്യത്തിന്റെ മൊത്തം കാറ്റാടി ഊർജ്ജ ഉത്പാദനത്തിൽ തമിഴ്നാടിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിൽ ഭൂതാപോർജ്ജത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശം ഏതാണ്? പൂഗ താഴ്വര, ലഡാക്ക്. ഇന്ത്യയിൽ ഭൂതാപോർജ്ജത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശം ലഡാക്കിലെ പൂഗ താഴ്വരയാണ്. ഈ പ്രദേശത്ത് ചൂടുനീരുറവകളും ഭൂഗർഭ താപപ്രവർത്തനങ്ങളും സജീവമാണ്. ഇത് രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ശേഷിയുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ശേഷിയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. വിശാലമായ മരുഭൂമി പ്രദേശങ്ങളും ഉയർന്ന സൗരവികിരണവും ഇവിടെ സൗരോർജ്ജ പദ്ധതികൾക്ക് വളരെ അനുയോജ്യമാണ്. രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ രാജസ്ഥാൻ വലിയ പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ വേലിയേറ്റ ഊർജ്ജ ഉത്പാദനത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശം ഏതാണ്? കാംബെ ഉൾക്കടൽ, കമ്പാത്, ഗുജറാത്ത്. കാംബെ ഉൾക്കടൽ, കമ്പാത് ഉൾക്കടൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ വേലിയേറ്റത്തിന്റെ വ്യാപ്തിയും സമുദ്രജലത്തിന്റെ വലിയ അളവിലുള്ള പ്രവാഹവും വേലിയേറ്റ ഊർജ്ജ ഉത്പാദനത്തിന് അനുയോജ്യമാക്കുന്നു. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴയ ദേശീയോദ്യാനം ഏതാണ്?
ജിം കോർബറ്റ് ദേശീയോദ്യാനം 1936-ൽ ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതിചെയ്യുന്നത്. ഇന്ത്യയിലെ കടുവാ സംരക്ഷണ പദ്ധതിയായ പ്രോജക്ട് ടൈഗറിന് തുടക്കമിട്ട ആദ്യത്തെ ദേശീയോദ്യാനമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവർഗം ഏതാണ്? ബിൽ വിഭാഗക്കാർ പ്രധാനമായും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വസിക്കുന്നു. സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം ഇവർക്കുണ്ട്, കൂടാതെ ഇന്ത്യയുടെ ജനസംഖ്യാപരമായ വൈവിധ്യത്തിൽ ഇവർ ഒരു പ്രധാന ഘടകമാണ്. ഗ്രീൻലാൻഡ്, കാനഡ, അലാസ്ക എന്നിവിടങ്ങളിലെ ആർട്ടിക് പ്രദേശങ്ങളിൽ നിന്നുള്ള തദ്ദേശീയ ഗോത്രം ഏതാണ്? ഇനുയറ്റ് ജനത ആർട്ടിക് കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവർക്ക് തനതായ ഭാഷയും സംസ്കാരവും വേട്ടയാടൽ രീതികളുമുണ്ട്. അവരുടെ പരമ്പരാഗത ജീവിതശൈലി ആർട്ടിക് പരിസ്ഥിതിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ആഗോളതലത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നിലവിലെ നാമമാത്ര GDP റാങ്കിംഗ് എത്രയാണ്? 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ. അന്താരാഷ്ട്ര നാണയനിധിയുടെ IMF ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും വികസ്വര മേഖലകളുടെ വികാസവുമാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. ഫംഗസിനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? മൈക്കോളജി എന്നത് ഫംഗസിന്റെ ഘടന, ജനിതകശാസ്ത്രം, ബയോകെമിസ്ട്രി, വർഗീകരണം, ജൈവപരമായ ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് പരിസ്ഥിതി, കൃഷി, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ഒരു കാലാവസ്ഥാ ഉപകരണമാണ്. ഇത് അന്തരീക്ഷമർദ്ദത്തിലെ മാറ്റങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നു. മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ നിർണായകമാണ്. കുറഞ്ഞ മർദ്ദം കൊടുങ്കാറ്റിനെയും ഉയർന്ന മർദ്ദം തെളിഞ്ഞ കാലാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രവാഹത്തിന്റെ C യൂണിറ്റ് എന്താണ്? ആംപിയർ എന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെ വൈദ്യുത പ്രവാഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ്. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ആന്ദ്രേ മേരി ആംപിയറിന്റെ സ്മരണാർത്ഥമാണ് ഈ യൂണിറ്റിന് പേര് നൽകിയിരിക്കുന്നത്.